എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നിന്ന സ്ഥലത്തോട് ഇതാ നമ്മൾ ഇവിടെ പറയാൻ പോവാണ്. ഇതാ പമ്പൊക്കെ തട്ട ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാട്ടോ മക്കളാ, ഒന്നും പറയാനില്ല. കൈയൊക്കെ ഇങ്ങനെ മരവിച്ചാണ്. കുറച്ചു നേരം ഇങ്ങനെ വെച്ച് നിന്നാൽ കൈ ഇങ്ങനെ തന്നെ ആവും. അതവസ്ഥ. തണുപ്പിട്ട് അതിൻ്റെ മേത്തിരുന്ന നമ്മൾ ഇതിലേറെ തണുപ്പടിച്ചൊരു വഴിക്കാവും. അപ്പോൾ കുറച്ച് നടക്കാണ്. പിന്നെ റോഡിൻ്റെ നീളം കണ്ടങ്ങൾ ആ പോണ മുഴുവൻ റോഡാട്ടോ. വണ്ടികളൊക്കെ ഇങ്ങനെ എന്തോ സ്പീഡ് അറിയോ. നമ്മളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ, ചെറിയ ചെറിയ കുട്ടികളാണ് ട്രാക്ടർ, JCB, ബൈക്ക് ഓട്ടുന്നത്. പിന്നെ സ്വാഭാവികം ഇതൊക്കെ ഓടിക്കുന്നത് ചെറിയ കുട്ടികൾ, 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളാണ്. ഒന്നാമത് ഇത് സുലഭമായിട്ട് ഇവിടെ ഉണ്ടായിട്ടായിരിക്കും. പക്ഷേ എന്നാലും കൂടിയിട്ട് അതിന് നിയമ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല, പൊക്കണില്ല. പബ്ലിക്കിലായിട്ടാണ് പോകുന്നത് കേട്ടോ. പോലീസിന് മുമ്പ് കൂടെ പോയിട്ട് ഒന്നും ഉണ്ടാവണില്ല. അതുപോലെ തന്നെ ഈ ആളുകളെ കയറ്റി പോണ ജീപ്പ് ലോറി ഉണ്ടല്ലോ, മഹേന്ദ്രൻ്റെ, അതൊക്കെ കുട്ടികളെ ഓട്ടുന്നത്. കരിമ്പൊണ്ട് പോണത് എന്താ അറിയില്ല. ഏതായാലും അവരെ രക്ഷിതാക്കളുടെ ഒരു കോൺഫിഡൻസും രക്ഷിതാക്കളുടെ ഒരു അതിയാന്ത്ര പരിശ്രമവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും കുട്ടികൾ വളരട്ടെ, അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റോഡ് വിശാലമായി കിടക്കട്ടോ. സമയം 8-9 മണിയോളം ആവാനായി. നാസ്ത ഇതുവരെ കിട്ടിയിട്ടില്ല, ചായയും കിട്ടിയിട്ടില്ല. ഒരൊറ്റ കടകൾ റോഡ് സൈഡിലില്ല. ഇതാ ഇവിടെ എന്തോ ഒരു കട വരുന്നുണ്ട്. ഒരുപാട് പോന്നിട്ട് ഷെപ്പ് ഇത് ജസ്റ്റ് വെച്ചിട്ട് ചായപ്പീടി ആയാൽ മതിയല്ലോ. ഈ തണുപ്പത്തൊരു ചായയും പാടില്ലാതെ നടക്കണില്ലേ. സാധനങ്ങൾ നമുക്കൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് വിറകും കാര്യങ്ങളും സിറ്റുവേഷൻ നടക്കണില്ല. നോക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അവിടെ ഒന്നുമില്ല. അങ്ങനെ അപ്പം അങ്ങാടി കയറിയാണ്. ജാറ് എന്ന് പറഞ്ഞ ടൗണിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ദൂരെയാണ്, കുറേ ദൂരെയാണ്. ഇതുവരെ സൈഡിലൊന്നും കടകളൊന്നും കാണില്ല. ഇവിടെയൊക്കെ വീടുകളൊക്കെ വലിയ വലിയ വീടുകൾ തന്നെ കേട്ടോ. വലിയ വാർപ്പിൻ്റെ വീടുകളൊക്കെയാണ്. ധാറിലേക്ക് ഇതാ ഇനിയും 4 കിലോമീറ്ററോളം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 4 കാണിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് എഴുതിയിരിക്കണത്. ഏതായാലും ഇതുവരെ ചായ കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. മോനെ അടുത്ത റോഡിൻ്റെ നീളം ഇതാണ് കേട്ടോ. ഇൻഡോർ 64, റത്ലം 95, അഹമ്മദാബാദ് 371. അപ്പോൾ നമുക്ക് മക്കളെ ഒന്നും ചായട്ടും തോന്നുന്നില്ല. നമ്മളെ ധാർ റോഡ് ഇതാ ഇടത് ഭാഗത്തേക്കാണ് പോണത് കേട്ടോ. ഇങ്ങനെ പോയിട്ട് വളഞ്ഞ പോണത്. എടാ കുഞ്ഞോ അതൊന്ന് കടിക്കാ ഫോണേ, ആ റൂട്ട്. അപ്പം ഈ മഞ്ഞ വരെ കേട്ടോ ധാറ് പോണത്. നമ്മൾ നേരെ കട്ട് ചെയ്ത് കയറാൻ പോവാണ് ഈ ഡോട്ടിട്ട ബൈക്കൂടെ നേരെ. ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് ഇതാ ആ കാണുന്ന റോഡാണ് കേട്ടോ. എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല. ഉള്ളേരെയാണ് കാണിക്കുന്നത്. പോയോട്ടെ. പിന്നെ ചായ ഇട്ടിട്ടില്ല, അതാണ് ഇപ്പോൾ ഒരു ടെൻഷൻ ഉള്ളത്. ഒരു സാധനം ഇവിടെ ഇല്ല. വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്, ഒന്നും തുറന്നിട്ടുമില്ല. ഒക്കെ രാത്രി ഹോട്ടലുകളാണ്. ഏതായാലും പോട്ടെ, പോവാ. അതാണ് റോഡ് കേട്ടോ. ആ റൂട്ടിൽ നിന്ന് നമ്മൾ ഈ റൂട്ടിലേക്ക് കയറി. ഇതാ ഇതിൽ നേരെ പോവാണ്. കട്ടിങ് റോഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ട്രാൻസ്ഫോമർ കേട്ടോ. ട്രാൻസ്ഫോമറിൻ്റെ മേലെ ഉണ്ടാകുന്ന ആ ചെറിയ സാധനം ഉണ്ടല്ലോ, ഇതാ ഇത് മെയിനാണ്. ഇത് ഫുള്ള് ഇതാണ് കേട്ടോ. ഇവിടെ ധാർ ചില്ലറ അങ്ങാടി അല്ല, ബടാ ബഹുത്ത് ബടാ അങ്ങാടിയാണ് കേട്ടോ.
ബഹുത്ത് ലംബാവാലയാണ് ഇത്. മുഴുവൻ ഒന്നായ തുടങ്ങുന്നുണ്ട്. ഫുള്ള് ഇത് ഒരുപാടുണ്ട്. ഇത് ഇവിടുത്തെ പോലീസ് വണ്ടിയാണ് കേട്ടോ. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇവിടെയുള്ള സാറന്മാരുണ്ടല്ലോ, മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും നമ്മൾ കണ്ടതാണ് കേട്ടോ. കൂടുതലും ഡ്രസ് കോഡൊന്നുമില്ല. ഏത് ഡ്രസ്സിലുമാണ് അവർ പുറത്ത് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കപ്പെടില്ല. വണ്ടി കണ്ടാൽ ചിലപ്പോൾ അറിയും, ചിലപ്പോൾ ഇങ്ങനത്തെ വണ്ടിയിലും ആവില്ല. ആ ലൈറ്റ് വരെ ഉണ്ടാകാത്ത അവസ്ഥക്കാണ്. ഫൈനലി നമ്മളെ പോലീസ് സ്റ്റേഷനാണ് കേട്ടത്. ധാർ പോലീസ് സ്റ്റേഷനാണ്. അതിന് മുമ്പിൽ നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ചായപ്പീടിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചാൻ വേണ്ടി പോവാണ്. ഇതാണപ്പോൾ നമ്മളെ ചായപ്പീടിയ. ഒരുപാട് കടികളുണ്ട് കേട്ടോ. ഒക്കെ കണ്ടാണ്ട് പോകുന്നത്. വെറൈറ്റി ആയിട്ട് പ്രത്യേകിച്ച് അവല് തന്നെയാണ്. ആ പിന്നെ നമ്മളെല്ലാ കടികളുണ്ട്. ഭായ് സാബ് ഏ ക്യാ ഹൈ? ये खस्ता खस्ता खत्ता खस्ता खस्ता हाँ। ऐसा ये आलू वड़ा, आलू वड़ा हो, समोसा, समोसा, ये कचौरी, कचौरी ऐसा, ये उसल, ये उसल, वो रसा पोहा, होगा, ये जलेबी, जिलेबी नहीं जलेबी जलेबी ऐसा है. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാ ഒരുപാടുണ്ട് കേട്ടോ. കഴിച്ചിട്ട് കാണാം. ഖസ്ത ഇത് ചപ്പാത്തി എന്തോ പൊരിച്ചതാണെന്ന് തോന്നുന്നത്. ഏതായാലും കൂടിയിട്ട് അടിപൊളി കേട്ടോ. 4 കടികൾ എടുത്തിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് വിശാലമായി വിസ്തരിച്ച് ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല രസമുണ്ട്. അടിപൊളി. അപ്പോൾ ഇവിടെ തിന്നത് എന്ത് ചെയ്യാനറിയോ? അവനാൻ തന്നെ എടുത്തിടണം കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ 4 അടിയിൽ നോളാവും. നേരെ അങ്ങനെ പിടിക്കുക. ഒന്നും ഉണ്ടാക്കണ്ട. ഇതിൽ കൊണ്ടുവന്നിട്ടോ. ഓക്കെ. അപ്പം ഇനി നമ്മൾ പോട്ടെ. രണ്ടിനും കാണാമല്ലോ. ആ ചെങ്ങായാണ് പോയിക്കണു. അവിടെ എത്തിയാണ്. ആ തലക്കെത്തിയുണ്ടോന്ന് പോണ കയറാന്ന്. അടിപൊളി ഗണ്ണാണ് കഴിക്കാൻ. അങ്ങനെ നമ്മളിതാ ഒരു 4 കൂടിയ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇൻഡോർ പോണ ഏരിയ. നമ്മൾ നേരെയാണ് പോകുന്നത്. ഇത് ധാർ ടൗണിലേക്കുള്ള ഏരിയ ആണ് കേട്ടോ. ഇത് അവിടെ വലിയ എന്തോ ഒരു മന്ദിരം കാണുന്നുണ്ട്. സ്കൂളാണ്. സ്കൂള് നമ്മൾ നേരെ പോവാണ്. ഇതാ ചെറിയ റോട്ടിന് ഒരു ചേരി പ്രദേശത്തു കൂടെ നമ്മൾ പോകണം കേട്ടോ. ഇതാ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് ചേരിയാണ്. വലിയ വലിയ സ്ഥാപനങ്ങൾ, വലിയ വലിയ സ്കൂളുകൾ ഒക്കെ ഉണ്ട് ഇവിടെ. ഹായ്. എങ്ങോട്ടാ? ഇതേതാ നേരെ? ഇതൊക്കെ ചേരികളാട്ടോ. ചേരികളാണ്. ഇവിടെയുണ്ട്. അവിടെ സ്കൂളുകളുണ്ട്. വിച്ച് സ്കൂൾ? മോഡൽ ഡൽഹി. ഒരുപാട് സ്കൂളുണ്ട്. വെറൈറ്റി ഒക്കെ ഇന്റർനാഷണൽ ലെവൽക്കൊക്കെ ഉള്ള വലിയ വലിയ സ്കൂളുകളാണ്. ഇതെൻ്റെ ഉമ്മ അല്ല. ആണ് ഇവിടെ തിരുമ്പല കണ്ടോ. കുട്ടികളിതാ സ്കൂളിൽ പോണു. ഇത് വലിയ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. ഹായ് സാർ. ഇവിടെ എൻ്റെ ആയതുകൊണ്ട് അപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ല. കടലാണോ കുഞ്ഞ്? അപ്പുറത്തേക്ക് കടലാണോ? അല്ല, കടലല്ല. തലക്കന്നിങ്ങനെ കണ്ടപ്പോഴേ അങ്ങോട്ടേക്ക് കാണാനായിട്ട് ഇതാ ഇവിടെ വെച്ച് കടലാണ്. അങ്ങോട്ടാ? ആ തലയിരിഞ്ഞ രാവിലെയുള്ള ഇവരുടെ ഏറ്റവും നിർബന്ധകരമായ ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ അത്. ഉള്ളേരിക്ക് ഇങ്ങനെ പോവാണ്. പക്ഷെ എല്ലാം സ്റ്റാൻഡേർഡ് വീടുകളാണ്. അതിൻ്റെ അടിയിൽ അല്ലാത്ത വീടുകളും ഉണ്ട്. ഇതാണ് ഗൂഗിളിൽ കാണിച്ച വീട് കേട്ടോ. ഡോക്ടർ രഞ്ജിത മാം. അപ്പോൾ ഇതാ ഇവിടെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ടറാണെന്നാണ് തോന്നുന്നത്. വെട്ടിൻ്റെ പണി ഇവിടെ വന്നിക്കണേ. നമുക്ക് ഗൂഗിളല്ലേ, ഇതൊക്കെ തരണം ചെയ്യൽ മസ്റ്റാ. കുഴപ്പമില്ലല്ലോ.
പോകാൻ പറ്റൂലേ? നടക്കണവർക്ക് പോടാ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇതാ ഇതിലൂടെ നമ്മളെ സാറിയും അബുവും പാദമുദ്രകൾ പതിക്കാൻ പോവുകയാണ്. ഇവിടെ വേറെ ഇത് അത് കുളമ്പടാ, കുളമ്പിൻ്റെ ഷേപ്പാണ്. വരെ തന്നെയാണ് കേട്ടോ, ഫസ്റ്റ് വരെ തന്നെയാണ്. പോട്ടെ എല്ലാവരും പോട്ടെ ഞാൻ പോട്ടെ സാറാ പോട്ടടി. ഇവിടെ പിന്നെ പേടിച്ചാലോ കേട്ടോ ചവിട്ടണത്. മറ്റോനെ പറ്റൂല, മറ്റോൻ കണ്ടം പോയി പായിപ്പിച്ചു നമ്മളെ ചവിട്ടിക്കൊണ്ട്. സ്കൂളിൽ അതായത് ഗുണനപ്പട്ടിക പഠിപ്പിക്കാം കേട്ടോ, അടിപൊളി. ഇതൊരു വിദ്യാഭ്യാസ ഹബ്ബാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാടുണ്ട് കേട്ടോ, വേറെയുള്ള കമ്പയർ ചെയ്ത് പറയില്ല. നമ്മളിപ്പോൾ കണ്ടിലിതാ ചറ സ്കൂളുകളാണ്, ഒക്കെ ഹൈ ലെവൽ സ്കൂളുകളാണ് കേട്ടോ, അടിപൊളി. ഇത് നമുക്ക് 8ൻ്റെ പണി കിട്ടിയിട്ടോ. അവിടെയൊക്കെ ബ്ലോക്കാണ്. ചെറിയൊരു കയറ്റിറങ്ങി കിട്ടി നമ്മൾ ഇറങ്ങിപ്പോവും, പക്ഷെ എന്നാലും മുന്നിൽ കിടങ്ങാണ്. പോയൊക്കെ അപ്പുറത്ത് മതിലും കാണുന്നുണ്ട്. കഴിഞ്ഞടാ ഏരിയ കഴിഞ്ഞോ? ആ ഫസ്റ്റത്തെ നേരെയുള്ള വൈക്കാണ് പോയാൽ മതിയാണിത്. ഇതിലൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് ഇത് കഥ. അവിടെ മതിലാട്ടോ. ഇപ്പം എന്ത് ചെയ്യും? അങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിലൂടെയൊക്കെയാണ് നമ്മൾ പോകണം കേട്ടോ. ഇതിലൊക്കെയാണ് നമ്മളെ വഴികൾ ദുർഘടമാണ്, യാത്രകൾ മനോഹരമാണ്. ആണ് മക്കളെ, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി പോകുന്നു കേട്ടോ. ഇനിതാ പുറത്തു കൂടെ റോഡ് കാണുന്നുണ്ട്. ആ റോഡ് കൂടെ എങ്ങോട്ടാ കുഞ്ഞോ? അവിടെ കയറണോ? അപ്പം ഇനി ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെയാണ് നമ്മൾ പോണത്. ഓരോ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇതാ അടിപൊളി. ഇനി ക്യാമറ എടുക്കണില്ല, അത്രയും ഡേർട്ടിയാണ് ഇവിടെയൊക്കെ, ഡേർട്ടിയാണ്. എത്തിയിട്ട് നമ്മൾ ഇവരാണ് വലിയ ശല്യക്കാർ. ഏതായാലും ഇതാ ഇനി ഇവിടുന്ന് അടുത്തോട്ട് നല്ല റോഡ് കിട്ടി. നല്ല റോഡിൽ നിന്ന് ഇതാ അങ്ങോട്ട് കയറിട്ടോ, അങ്ങനെ പോവാണ്. ഇതെന്താ അപ്പുറത്തേക്ക് റോഡുണ്ട്. വഴി തെറ്റീന, അപ്പോൾ ചോദിച്ചോണെങ്കിൽ അങ്ങനെ ഇതാ തിരക്കടില്ലാത്ത റോഡിലെത്തിന്. ഇതിലെങ്ങനെ പോയാൽ റോട്ടുമ്മക്ക് ചാടുന്ന പറഞ്ഞിട്ടോ. നോക്കട്ടെ, ഇവിടെയൊക്കെ ഫുള്ള് ബിൽഡിങ്ങുകൾ തന്നെയാണ്. नमस्कार भाई सर जी। ये क्या है? जिला ऑफिस। हाँ ओके 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 താങ്ക് യു സാർ. ജില്ലാ ഓഫീസാണ്, ജില്ലാ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ധാറിലെ. ആ അവിടെ റോട്ട് ചാടിയിട്ട് നമ്മൾ ഒരുപാട്. ഇത് കോടതിയാണെന്ന് തോന്നുന്നത്, കളർ ഗ്രേഡിങ് കണ്ടിട്ട്. കലോഗർ കയാലി കോടതി 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 എന്നല്ല, ജില്ലാ ജില്ലാ क्या ऑफिस है? स्थानीय निर्वाचन എന്താ അറിയില്ല കേട്ടോ. ആ ഇത് ജില്ലാ കലക്ടർ ഓഫീസാ? भाई सर, भाई साहब ये जिला कलेक्टर ऑफिस ये क्या है? ആ ഇതൊക്കെ വലിയ വലിയ സാധനങ്ങളാണ്, അടിപൊളി. ഇതെന്താടാ കുഞ്ഞോ? ആ ഒന്നും കാണിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. എസ് പി ഓഫീസോ? ഇതെല്ലാത്തിനും ഉള്ളിൽ കൂടെയാണല്ലോ. അപ്പോൾ എസ് പി ഓഫീസാണ്, അതിനുള്ളിൽ കാട്ടെ എസ് പി ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്.
ओ सर एक मिनट ओ थोड़ा एक्सप्लेन ये क्या है? जिला कलेक्टर ओके जिला कलेक्टर ऑफिस ऐसा है एसपी ऑफिस है ओके ഇത് ജില്ലാ കളക്ടർ ഓഫീസാണ്ട്. അവിടെ കുഞ്ഞു ഇതിലെ വഴി ഉണ്ടോ? കളക്ടർ ഓഫീസിനുള്ളിൽ നമ്മൾ കയറി ചെല്ലണേ. അത് കളക്ടർ ഓഫീസ്, ഇത് SP ഓഫീസ്. ഇതാണ് SP ഓഫീസ്. ഇതാണ് ധാറിൽ SP ഓഫീസ് കാണാത്തവർക്ക് കാണാം. നമ്മളെ ഗൂഗിൾ അച്ഛൻ കൊണ്ടയാക്കിയാണ്. നമ്മളെ ഗൂഗിൾ സാറാട്ടാ നമുക്ക് ഇതൊക്കെ കാണിച്ചെന്ന്. ബിഗ് താങ്ക്സ് ഗൂഗിൾ സാർ. കാരണം അയ്യമ്മ കൂടെ പോകണ്ടേ നമുക്ക് ഉള്ളേരി കൂടെ കയറ്റി, അതും പോരാനിട്ട് ആകെ വട്ടം കറക്കി നട്ടോട്ട് ഓടിച്ച്. അപ്പം നമ്മൾ ഗൂഗിൾ സാറിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ സാർ നമ്മളെ വേണ്ടടുത്തേക്ക് എത്തിക്കൂട്ടോ. അപ്പം നമ്മൾ ഏത് സമയത്തും പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുക. നമ്മളെ ഇതാ ഹൈവേയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബിഗ് താങ്ക്സ് ഗൂഗിളാമ്മ. റോഡ് കാണുന്നുണ്ട് കേട്ടോ, 2 റോഡ് കാണുന്നുണ്ട്. നാഗട നേരെ പോവുക, സദൽപൂർ വലത്തോട്ട് കേട്ടോ. ആ ലോറി വരുന്ന റോഡാണ് സദൽപൂർ. നമ്മൾ നാഗട അഹമ്മദാബാദ് അടുത്തോട്ട് ഇൻഡോർ വലത്തോട്ട് നാഗട നേരെ നമ്മൾ നാഗട പോണത്. ബ്രിഡ്ജ് കയറിയാണ്. അടിയത്തെ റോഡ് മെയിൻ റോഡാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ക്രോസിങ്ങിന് ടൈം എടുക്കും, ചിലപ്പോൾ ബുദ്ധിമുട്ടും. ഇതിലാരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ നാഗടയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടത് ഭാഗത്ത് അഹമ്മദാബാദിലേക്കുള്ള റോഡ് കാണാം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലതു ഭാഗത്ത് ഇൻഡോറിലേക്കുള്ള റോഡും നമുക്ക് ദർശിക്കാൻ കഴിയും. ഞങ്ങളങ്ങനെ ധാറിലെ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ കൺകുളിർമയേകുന്ന ഹരിതാപകരമായ വയലുകളാണ്. എല്ലാം കർഷകർ കഠിനാധ്വാനം ചെയ്ത് പച്ച നിലനിർത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നിട്ട ഗാർ ടൗണാണ്. ഗാർ ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററോളം ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലേക്കുള്ള റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് കഴിയണ ഉടനെ തന്നെ ഇതാ 2 കുട്ടികൾ കച്ചവടം നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കച്ചവടം നടത്തുന്നതാ ഇതാണ്. ചപ്പാത്തി എന്താ വെച്ചാൽ ചായ അടിച്ചുകൊണ്ടിരിക്കാണ്. आपका नाम क्या है दीदी? रियाशिका. शानू कितना स्टैंडर्ड पढ़ा? स्टैंडर्ड क्लास 10th. ഓ ഓക്കെ, താങ്ക് യു, ധന്യവാദ്. നമ്മളിതാ നേരെ പോവാട്ടോ. അങ്ങനെ പോവുകയാണ്. മധ്യപ്രദേശിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാടത്ത് കൃഷികൾക്ക് കാവലിരിക്കുകയാണ് ഇവരൊക്കെ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണാത്ത ആ ഏതെങ്കിലും ഭാഗത്തെ കാര്യം നമ്മൾ കാണുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ബിഗ് സല്യൂട്ട് അഗ്രികൾച്ചർ ഫാമേഴ്സ്. ഇവിടെ കുറച്ച് വെള്ളം കണ്ടപ്പോൾ ഇതാ നമ്മളെ ബേബീസിനെ വെള്ളം കാണിക്കാൻ വേണ്ടി പോവുക കേട്ടോ. ഇതാണ് ഏരിയ. നല്ല ആയുണ്ടല്ലോ കുഞ്ഞോ. അടിപൊളി തണലും കാര്യങ്ങളാണ്. അപ്പുറത്ത് കൂടെ ഇറക്കേണ്ടി വരും. ഇവിടുന്ന് കുടിപ്പിക്കാം. നല്ല തണല ഏരിയ ആണല്ലോ. ഭായ് സാബ് തോടാ പാനി പീത്താ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഫാർമറിന്റെ പച്ചയായ ജീവിതം കേട്ടോ. കുക്ക വലിച്ചിരിക്കുന്ന ഒരു വയോവൃദ്ധനെ നമുക്ക് കാണാൻ കഴിയും. ഇതാ ആടുകളൊക്കെ ഒരുപാട്
അടിപൊളി കേട്ടോ. ബാക്കിൽ അവരെ വീടും കാര്യങ്ങളൊക്കെ കാണാം. മെയിൻ റോട്ടിൽ തന്നെയാണ്. അങ്ങനെ അവരോട് ഞങ്ങൾ യാത്ര പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. േക്കുള്ള റോട്ടിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുഭാഗത്ത് കൂടുതലായിട്ടും നമുക്ക് ഇത്തരമൊരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചു പോരുന്നവരെ കാണാൻ കഴിയും. ഒരു ചെറിയ നാഗകോവിൽ ഇവിടെ ഇടത് ഭാഗത്തായിട്ടുണ്ട്. ഞങ്ങൾ മന്ദം മന്ദം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിലവരെ 2 കാലുമലും ഉണ്ട് കേട്ടോ. ചിലവരുടെ അതിന് മീൻസ് ഒരു കാലുമേലുള്ളൂ. ഇപ്പം ദീദിൻ്റെ 1 കാലുമേലുള്ളൂ. പക്ഷെ ചിലവരുടെ 2 കാലുമേലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ തണ്ട കേട്ടോ. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ അവിടെ നിന്ന് പോന്നു. ഫസ്റ്റ് നമ്മളൊരാളെ ആട്ടി വിട്ടു. പിന്നെ ഉള്ളവരോടൊക്കെ നമ്മൾ ചോദിച്ചു കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ, ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു. വീഡിയോ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. ആ വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനെ കുറിച്ചാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ ബനാനേ കോയി എക്സ്പ്ലെയിൻ ചെയ്യുക ഐസ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വായിപ്പിച്ചു വിടുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ ആർക്കെങ്കിലും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഒരു ക്യൂരിയസിറ്റിന് പുറത്താണ്. വലിയ തണ്ടകളാട്ടോ. തണ്ട എന്ന് പറഞ്ഞാൽ ഇതാ ഒരു 2 ഇഞ്ചൊക്കെ ഉണ്ടാവും. ഈ വണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ ഓരോ തണ്ട. ഇതാ ഈ ഒരു വണ്ണൊക്കെ ഉണ്ടാവും ഓരോ തണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിശ്വാസപരമായിട്ടോ അതല്ലെങ്കിൽ എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പോൾ മുമ്പത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ചോദിച്ച സമയത്ത് അയാൾ വീഡിയോക്കൊക്കെ റെഡിയായി നിന്നു കേട്ടോ. പിന്നെ അതിനെക്കുറിച്ചാണ് പറഞ്ഞപ്പോൾ ഒരാൾ വീഡിയോ എടുത്തോന്നും പറഞ്ഞു. മറ്റാൾ കുറച്ചൊരു റിച്ച് അയാളാണ്. അയാൾ എന്ത് ചെയ്തു, എനിക്ക് തീരെ അന്തല്ല എന്നുള്ളവർക്ക് ഭയങ്കരമായിട്ട് സംസാരം. ഓനോട് ഇന്നെ വേഗം വായിപ്പിച്ചിട്ടു. ഓ ജാ. അതുവരെ നമ്മൾ പറയണമൊക്കെ കേട്ട് നല്ല രീതിയിൽ സഹകരിച്ച് നിന്നിട്ട് അവസാനം ഇത് ചോദിക്കുമ്പോൾ വായിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ അറിയില്ല, അത് ആർക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലെങ്കിലും അത് എന്തിൻ്റെ ഭാഗമാണെന്നൊന്ന് അറിയിക്കും. വയസ്സായ ആളുകളുടെ കാലിനാണ് കാണുന്നത്. അങ്ങനെ ആ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഒരുപാട് ദൂരം പോന്നു കേട്ടോ. ഒരുപാട് ദൂരം പറഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ പോന്നു. ചുറ്റുഭാഗം പച്ചപ്പിനാൽ നിറഞ്ഞു കിടക്കുന്ന പാടങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതാണ് പിന്നിട്ട വൈദ്ധാരകൾ. യാത്ര പിന്നിട്ട് നമ്മൾ ഒരുപാട് ദൂരം വന്നപ്പോൾ ഇതാ ഇടത് ഭാഗത്ത് ഒരുപാട് അടക്കാപ്പായത്തോട്ടങ്ങൾ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ അതിലുള്ള അടക്കാപ്പായങ്ങൾ ഇതാ ഇവിടെ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ട്. ഇതാണ് അടക്കാപ്പായത്തിൻ്റെ തോട്ടം. കണ്ടോ അവിടെ പറിച്ചിട്ടുണ്ടോ, ചാക്കിലൊക്കെ അങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചു. അടിപൊളി വലിയ തോട്ടം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയിൽ ഇളന്തൊക്കെ ഉണ്ട്, മൂച്ചിയുണ്ട്, മാവുണ്ട്, അപ്പുറത്ത് സീതപ്പഴമുണ്ട്, നാരങ്ങ ഉണ്ട്, അങ്ങോട്ടേക്ക് അടക്കാപ്പായം. അവിടെയൊക്കെ അതാ പൊതിഞ്ഞ് വെച്ചാണ്. ഇത് അടക്കാപ്പായം സീസൺ എടുത്ത് വേസ്റ്റ് ഇതൊക്കെ എടുത്തുകൊണ്ട് ഇതൊക്കെ ഇട്ടുകൊണ്ട് കത്തിക്കുന്നു. വലിയ വലിയ അടക്കാപ്പായങ്ങളാണ് കേട്ടോ അതൊക്കെ. ഉണ്ടല്ലേ, ഓ ഇത്രയും ലോഡ് ഇതവിടെയൊക്കെ അതാ കിടന്ന് കത്തി. അത് പോട്ടെ, നമുക്ക് കൺകുളിർമയാക്കുന്ന കാഴ്ചകളാണ്. ആ തല വരെ അടക്കാപ്പായ തോട്ടങ്ങളാണ്. അടിപൊളി. हाय നമ്മളിപ്പോൾ നിൽക്കുന്നത് ദിസ് गांव का नहीं, इस गांव का नाम मनारद है, रतलाम रोड पे है। मनादा, नागदा रोड, मनादा रत्नन बोलो, नागदा नागदा रोड। हाँ नागदा रोड है। ओके 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 नागदा रोड मालूम। ओके 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 आपका नेम प्लीज? माय नेम इज पंकज सिसोदिया। ഫംഗസ് സിസോദിയ ജി. ഓക്കെ. അപ്പോൾ ഇത് ഇന്ത്യൻ ഓയിലാട്ടോ. വളരെയധികം സന്തോഷം. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവരാ ചെയ്തു തന്നിട്ടോ. നല്ല അടിപൊളി ഫെസിലിറ്റീസും കാര്യങ്ങളാണ്. ആളുകളുടെ ഇൻട്രാക്ഷൻ ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് കേട്ടോ ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് നല്ലൊരു ഏരിയയിലപ്പോൾ എത്തിയിട്ടുള്ളത്. ബാക്കിലൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു സാർ, താങ്ക് യു. വെൽക്കം വെൽക്കം. താങ്ക് യു. അത്രത്തോളം പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ കുറച്ച് മോശമായിട്ടുള്ള ചെറിയൊരു ഇതൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി കേട്ടോ. അതായത് നമ്മൾ വെള്ളം കുടിപ്പിച്ചൊരു ഏരിയ ഉണ്ടായിരുന്നല്ലോ, അവിടുന്ന് വെള്ളം കുടിപ്പിച്ച സമയത്ത് അവിടെയുള്ള സാബിൻ്റെ മകനാണ് വന്ന് കണ്ട് ചോദിച്ചു. കുറച്ച് വലിയ ഐറ്റും പറ്റൊക്കെ ഉണ്ട്. വന്ന് കണ്ട് ചോദിച്ചു എവിടെ എന്താ കാര്യങ്ങൾ എന്തൊക്കെ ചോദിച്ചു. ഇങ്ങനെ പോവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ബാഗിലൊക്കെ എന്താ ചോരിയതാണോ ചോദിച്ചു.
അതായത് ബാഗിലൊക്കെ നിങ്ങൾ കട്ടെടുത്ത സാധനങ്ങളാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഞാൻ അറിയാത്ത മാർക്ക് എന്തെന്ന് ഓനോട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറയുക, ഓനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് വിഷയമാകും. നമ്മൾ തർക്കുത്തരം പറഞ്ഞാലും വിഷയമാകും. അപ്പോൾ മറ്റോൻ പറഞ്ഞു എനിക്ക് എന്താ അങ്ങോട്ട് വർത്താൻ പറഞ്ഞുകൂടായിരുന്നു. പക്ഷെ അങ്ങനെ അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നല്ല രീതിയിൽ നിന്നില്ലെങ്കിൽ പണി പോളും. അതിലിപ്പോൾ ഒന്നുമില്ല, കട്ടിട്ടും പിടിച്ചിട്ടുമില്ല. പക്ഷേ എന്നാലും കൂടിയിട്ട് ഓരോന്ന് തുറക്കിപ്പിച്ചും ഒക്കെ കഴിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഒരാളെ കൂട്ടും, മച്ചും പുളിയാകും. പിന്നെ യൂട്യൂബ് കാണിച്ചു കൊടുത്താൽ മതി. പക്ഷെ എന്നാലും കൂടിയിട്ട് അപ്പം അത്രയും പ്രശ്നങ്ങളില്ലാതെക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാകുന്നു. ഭാഷ അറിയാത്തവർക്ക് മലയാളി ആയിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയിട്ടില്ല. ഒരിങ്ങനൊരു ഇതേമാർക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു മൂന്തിയും കാട്ടിക്കൊണ്ടുണ്ടല്ലോ കുറേ നേരം നിന്നു കേട്ടോ. നമ്മൾ ബാബനോട് വെള്ളം കുടിപ്പിച്ചിട്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളം കുടിപ്പിച്ചത്. അപ്പോൾ അത് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇവർ നല്ലൊരു സ്വഭാവം കാണിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. നല്ലൊരു കുഴപ്പമില്ല, നല്ല ഉഷാർ ഏരിയയാണ്. അപ്പോൾ കുഞ്ഞു അവിടെയാണ്, ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ അവിടെ തന്നെ പോട്ടെ. അടിപൊളി, കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്, കുളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് തന്നെ പോകണം കുളിക്കാൻ. നോക്കട്ടെ. ഇവിടെ ഒരു പൂട്ടി കിടക്കുന്ന SR പമ്പിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് SR പമ്പ്. ഇവിടെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. ഉണക്കപ്പുല്ലുണ്ട്, ഇവിടെ ഈ ഒരു പച്ചപ്പുല്ലും ഉണ്ട് കേട്ടോ. ഇതെന്തിൻ്റെ ഒരു കൃഷി ഒരു ഇതാണ് ബീൻസോ കടലേൻ്റെ ഉള്ളിൽ. ഇതാണ് സാധനം. ഇതാ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ ചുറ്റി നടന്ന് തിന്നാനുള്ള ഏരിയയാണ്. ഉണക്കപ്പുല്ലാണെന്നുള്ളൂ. അപ്പം ഇനി ഇവിടെ കുത്തിർന്ന് എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇതാണ് ആ സാധനം. എന്താണ് ചോദിച്ചാൽ പട്ടാണി. ഇതൊക്കെ പച്ച തിന്നു കേട്ടോ ഇവര്. ഇതിങ്ങനെ പച്ച തിന്നൂര്. ഇതൊക്കെ ഇപ്പോൾ ഒരു പച്ച തിന്നുണ്ടോ. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, ഇവരെ കൂടെ നിന്ന് നമ്മളിതൊക്കെ പച്ച തിന്നൽ തുടങ്ങി. ഉണക്കാട്ടതാണെന്ന് തോന്നുന്നത്. ബേബീസ് ഇത് കണ്ടിട്ടില്ല കേട്ടോ. നല്ല രസമാണ്. ഭക്ഷണം കഴിക്കാൻ വന്ന ഹോട്ടല് ഒന്ന് പാപ്പാടാ എന്തൊക്കെയോ പറയണ്ട. ഇതാ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടാവുന്ന സാധനം കേട്ടോ, ഉണ്ട. ഇതാണ് ഈ സാധനം. അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി കേട്ടോ. അപ്പോൾ എന്നോട് പുറത്തേക്ക് ഇറങ്ങാനാണ് പറയണത്. ഓരോന്ന് കുഴച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് കടിയും കാര്യങ്ങളും. ഇവിടെ നമ്മൾ ചാർജറിൽ ഇട്ടാണ് കേട്ടോ. പവർ ബാങ്കൊക്കെ ചാർജറിൽ ഇട്ടാണ്. ആപ്കാ സ്വീറ്റ് നെയിം? दीपक जाधव. ദീപക് ജാദവ്. താങ്ക് യു സാർ, താങ്ക് യു. പാപ്പാട ഉണ്ടാക്കാൻ കേട്ടോ മുപ്പര്. പച്ചിമാർക്ക് എന്തൊരു സാധനമാണ്. ഓവനിൽ ഇങ്ങനെയൊക്കെ പറ്റൂലേ, അടിപൊളി. ഏക്ക് ഓർ ഏക്ക് ആ. അപ്പോൾ ഇതിന് 15 റുപ്യ കേട്ടോ ഒന്നിന്. ചാമ്പ്യതാണോ എന്താ അറിയില്ല. കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടാ. ഇതാ അയ്യോ, എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ഈ കറണ്ട് വെച്ചാൽ നമ്മളെ രാജുഭായി ഓർമ്മയുണ്ട് കേട്ടോ. രാജുഭായി വിത്ത് ദീദി. നമ്മൾ ഓരോന്നിച്ച് വാങ്ങിയിട്ടുള്ളൂ. ഒന്നും കൂടെ വേണം. ഹലോ ഭായ് സാബ്, ചടക്കുവോ? പപ്പടം ഉണ്ട്, പാപ്പിടുണ്ട്. ഏക്കുണ്ടാ. സത്യം പറഞ്ഞാൽ പെട്ടതാണ്. പാപ്പട എന്ന് പറഞ്ഞാൽ പപ്പടം ഉണ്ടോ. ഇത് മറ്റേ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പപ്പടമാണ്. നല്ല ഉഷാറായി. ഇതിക്ക് ആ പരിപ്പും കറിയാണ് കേട്ടുള്ളത്. 80 റുപ്യാണ് പരിപ്പും കറിക്ക് ആ പാത്രത്തിന്. വലിയ രസമൊന്നുമില്ല. ഏതെങ്കിലും കുത്തി കയറ്റട്ടെ, വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇതാട്ടോ മക്കളെ തിന്നണത്. പപ്പടം ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഉണ്ടുണ്ട്. ഉണ്ട കണ്ട് ആകെ ഇങ്ങനെ കിളമ്പി ഇതാക്കുക. ഓഫ്, ഇതിൻ്റെ തോടൊന്നും കിട്ടണില്ല. എന്നിട്ട് ഇതിങ്ങനെ തിന്നുമ്പോൾ നല്ല രസമുണ്ട്.
തണുത്തിട്ട് ചുണ്ടൊക്കെ പൊട്ടൽ തുടങ്ങി തിന്നിട്ട് കാണുന്നു. തക്കാളിയൊക്കെ നമുക്ക് തന്നിക്കണ് കേട്ടോ പയ്യ. തക്കാളി നമ്മൾ ഗോഡക്ക് തന്നിക്കണ്, കുതിരാക്ക് തന്നിക്കണ്. വളരെയധികം ഉപകാരമായി. അടിപൊളി നല്ല തക്കാളി തന്നെയാണ്, എല്ലാ കുഴപ്പമൊന്നുമില്ല. അടിപൊളി കാഴ്ച കേട്ടോ. ഇതാ ഒട്ടകപ്പുറത്ത് അടിപൊളി. ഈ യാത്ര ആക്കിയാൽ മതി കേട്ടോ നമുക്ക്. എത്ര സാധനങ്ങളെ കയറ്റി നോക്കി. ഏതാണ് ഈ നായ്ക്കള്? ഇതാ 3 സ്ത്രീകളാട്ടോ 5 എണ്ണത്തിന് കൊണ്ട് പോണേ. ആടാളുണ്ടടാ, അതുപൊളി ആടാളെ എപ്പോ കാണട്ടോ. ചെമ്മരിയാട് യാ മോൻ അടിച്ച പൊളി. ഒരു ഫാമിലിയാണോ പോണേ. പാണുങ്ങൾ മുന്നേ പോയിട്ടുണ്ടാവായിരിക്കും. അതിന് 2 സൈഡിൽ ആടാണ്, മേലെ ആടുകളുണ്ട്. അടിപൊളിട്ടാ. ഫസ്റ്റ് ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെ. അടിപൊളി. നമ്മളിത് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ പാഞ്ഞിക്കാണ്. എല്ലാവരും തരുന്നോട്ടെ. ഞാൻ പാഞ്ഞുണ്ട് കണ്ട് പൈസ എടുക്കാതെ പാഞ്ഞ വിചാരിച്ചിട്ടുണ്ടാവും മോന്. അതായാലും വലിയ ഹിറ്റ്. ഏതായാലും അപ്പുറത്തേക്കണ ആ SR പമ്പിലായിട്ട് നമ്മളുള്ളത്. നമ്മൾ കുട്ടികളൊക്കെ അവിടെ ഉള്ളത്. हमारा होटल है. ओ मुदलाली बेटा मालिक है ना, वो उसका फ्रेंड है. आपका नाम बोलिए. अजय. ओके. നാരായൺ. ആ മലയാള പേരുകൾ നമ്മൾ കേട്ടു തുടങ്ങി കേട്ടോ. നമുക്ക് വേണ്ട തക്കാളിയും കാര്യങ്ങളും ഒരു ചാക്ക് നിറച്ച് തന്നത് ഈ ഭയ്യാണ് കേട്ടോ. താങ്ക് യു भैया. टमाटर दिया मुझको. टमाटर सर थैंक यू. इसका लगा भाई. थैंक यू सर. थैंक यू. बाय. सी यू अगेन. नेक्स्ट टाइम इधर आया. ओके. അപ്പോൾ ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടൽ. ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ SR പമ്പിലാണ് നമ്മൾ കുട്ടികളൊക്കെ ഉള്ളത്. അവിടുന്ന് എന്ത് ചെയ്യണം, കുട്ടികളെന്ത് ചെയ്യണം, കളക്ട് ചെയ്തിട്ട് ഒക്കെ റെഡി ആയിട്ട് നമ്മൾ യാത്ര തിരിക്കും കേട്ടോ. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഇവര് നമ്മൾ പോയപ്പോൾ ഭയങ്കര ഒച്ചും വിളിക്കാനും ഗോടാഗോടി ആണ് കേട്ടോ. അതെയോ? ഓക്കെ ഓക്കെ. എന്നാ ബേബിസ വാ. ഓക്കെ ഓക്കെ. ഇവര് ഭയങ്കര ചെറിയ കളിയാണ് നമ്മൾ പോയപ്പോട്ടോ. അപ്പോൾ ഒരു നമ്മളാ മോനെ ഇങ്ങനെ ഓർമ്മ വരും. ഇതാ ഹായ് കൊച്ചു കുപ്പി വരാ. അപ്പം നമ്മളിങ്ങനെ പോവാ. ഇതെങ്ങനെ പോവാണ്. ഇതാ ഇവിടെ ഒരു കുട്ടി കളിച്ചുകൊണ്ട് കണ്ടിട്ടാ. ഇതാ ആ വട കുട്ടികളെ ആ വസ്തു എന്നാ മോനെ. अयो एक आता नहीं है. वो खराब हो गया ऐसा है. वो कुटी का आता नहीं है बच्चा. ഒരു മുട്ട ഞാൻ അങ്ങോട്ട് എറിഞ്ഞേ. സാറുണ്ടെങ്കിൽ സാറൊക്കെ കൊടുക്കാനും. പക്ഷേ ഇവിടെ വലിയ ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ടെമ്പിൾ ഉണ്ട് ഇവിടെ. ഇതേമാതിരിക്കുള്ള ഏരിയ തന്നെ കേട്ടോ. ചേരികളെ ഏരിയ തന്നെയാണ്. ഇതാ ഫുള്ള് ഇവിടെ വരുന്ന കേട്ടോ. റോട്ടിലൂടെയാണ് കളിയും കാര്യങ്ങളൊക്കെ. ഫുട്പാത്തിലാണ് കണ്ടാ സ്ലാബ് പൊന്തിച്ചാളി മേലൊക്കെ ആട് നിൽക്കണേ. അടിപൊളി. ഇപ്പോൾ എവിടെയും കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ. പോയി കൊടുക്കല് ലഡു. ഓ ഇതാ പാടം ഞങ്ങളിൽ നിന്ന് അകലാനായതുപോലെ ഉണ്ട് കേട്ടോ. ഇതാ ചുറ്റുപുറവും പാടങ്ങളാണ്. പച്ചപ്പ് ഹരിതാപകരം. ഇത് കണ്ടങ്ങള് ക്ലൈമറ്റ് ചേഞ്ച് ആയി തുടങ്ങിട്ടോ. ഞാൻ പറഞ്ഞില്ലേ പാടം ഞങ്ങൾ വിട്ടകലുകയാണ്. ഇതാ ഒരു സൈഡ് പാടം, ഒരു സൈഡ് മലമ്പ്രദേശന്മാർക്കായി തുടങ്ങിട്ടോ. മുന്നിൽ മലകളൊന്നും കാണുന്നില്ല. ഇനി എന്താ അവസ്ഥ അറിയില്ല. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ചാർജിങ്ങിലാണ്. ഐഫോണും ഇതൊക്കെ ചാർജിങ്ങിലാണ്. പീപ്പിലിയ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ പീപ്പിലിയിൽ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു അങ്ങാടിയാണ് പീപ്പിലിയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാ മുന്നോട്ട് പോവാണ് കേട്ടോ. പിടിച്ചാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. नागदा
इसका दिस गांव का नेम കൽസാട. കൽസാടാ. ആ. ഓക്കെ ഓക്കെ. ഇതാണ് അവസ്ഥ. പുതപ്പ് മൂടി ഇരിക്കാണ് കാരണം ഫുള്ള് തണുപ്പാണ്. ഹായ് ബേബി ഹായ്. ഹായ് പോലോ ടാറ്റ പോലോ. ഹായ്. ओके ओके. दीदी का आपका नाम? मेरा पुष्पा. पुष्पा. ओके बाय. हाय. രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടാ. നാം बोलिए. बबलू. राजेश बाय. नौ ओमकार. ओके ओमकार. ओके ओके. ओमकार जा रहा है. ओके बहुत बड़ा टेम्पल है ना नर्मदा का पास. ओके. വേറെ ഭായി ഉണ്ട്. ഭായ് പോലെയാ തണുത്തിട്ട് മൂടി പോയിച്ചിരിക്കാട്ടോ. അപ്പൊ ഇതാ ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ അപ്കാ സീറ്റ് നെയിം? ഗൗരവ് ചൗഹാൻ. ഓക്കെ. ഇതാ ഇവിടെ ഒരു ബേബി ഉണ്ട് ലഡ്ക്കി. അപ്കാ നെയിം? നെയിം ചഞ്ചൽ. ഇതാ ഭായ് സാബ് ഉണ്ട്. ഭായ് സാബ് अंकित नाम. സംഗീത്. अंकित अंकित. अंकित अंकित अंकित. ओके നമുക്ക് ബേബീസിന് എന്തെങ്കിലും മുട്ട കൊടുക്കട്ടോ. 20 रुपए की. और इसका 22 रुपए. ओके पैसा पैसा वो स्वीट्स है ना 20 रुपए की दे दो. भाई साहब 25 रुपए की. ये स्वीट्स है ना? 10 रुपया स्वीट्स वो दो दे दो. चार दे दो. वो उसमें से ले लो ना उधर. ഏ ആ ഓക്കെ ഓക്കെ. ഇവിടെ അടിപൊളി വേറെ വെറൈറ്റി ഒരുപാടുണ്ടെന്നാ പറഞ്ഞിട്ടോ. വാവ് നൈസ്. ഓക്കെ. വിച്ച് बेटर 5 वाली है. बेटर ऐसा है. बेटर बटर वाली नहीं है. इसका बहुत अच्छा क्या कौन है क्या चाहिए. है? ये लड्डू ऐसा है? अच्छे है, ये बर्फी अच्छी है. ये अच्छे है. खजूर वाली अच्छी है. ओके दे दो ऐसा. फर्स्ट टाइम पूछा. कितना दो? एक दो दे दो. और 3 दे दो. ओके. കേക്ക് അപ്പൊ ഒന്ന് കൊടുത്തിനെ. അവിടെ 2 കുട്ടികളുണ്ട്. ചെറിയ കുട്ടികളുണ്ട്. തണുപ്പിൽ പോലെ അമ്മൻ്റെ അടുത്തിരിക്കണേ. ബേബി ഏ ഐസ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതിനാകെ കരിമശിട്ട് കൊളാക്കിയാണ് കേട്ടാ. ഓ ഇപ്പളാ നിന്നിരുന്നു കേട്ടോ. ഫോട്ടോത്തിന് നിന്നിരാണ്. താങ്ക് യു ബേബി താങ്ക് യു. കാവോ ഓക്കെ. ഇതാ ഇവരെല്ലാരും ഇതാ ഇങ്ങനെ കാണിട്ടോ. ഒരു 10-12 മണി വരെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് തീ കാഞ്ഞിരിക്കും. പിന്നെ സാറിന്റെ വക വീണ്ടും ചായ. ബഹുത്ത് അച്ഛ ചായ. നല്ല ഇഞ്ചിന്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഈ തണുപ്പത്ത് പറ്റിയ സാധനമാണ്. താങ്ക് യു സാർ താങ്ക് യു. അപ്പം ഇനി ഇത് കുടിച്ചിട്ടാ എന്നിട്ട് ഇവിടെ നിന്ന് സൂട്ടാവണം. നമുക്ക് ഒരു കൊച്ചു റൈഡറെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് പേടിയാണ് കേട്ടോ. നമ്മളെ സാറിന്റെ പുറത്താണ്. സാറിന്റെ പുറത്ത്. ഹായ് ബേബി സ്മൈൽ പ്ലീസ്. നോ പ്രോബ്ലം. കുട്ടി ആകെ അന്തം വിട്ട് നോക്കട്ടെ. അതേപോലെ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇയാളെ മോളാണ് കേട്ടോ. അയാൾ ഷാദി ഒക്കെ ആയിട്ടുള്ളൂ. അനിയനാണ്. ഷാദി കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ. നല്ലൊരു പുതിയണ്ണിനെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആ മറ്റാളും ഇവിടെ വെക്കണുണ്ട് ഫ്രണ്ടില്. ഓക്കെ എങ്ങോട്ടാ നോക്കേണ്ടതെന്ന് കുട്ടിക്ക് അറിയണില്ല. ഓക്കെ താങ്ക് യു. ബൈ ടാറ്റാ. മക്കളെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പരമാവധി ലൈക്ക് ആൻഡ് ഷെയർ, സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.